വന്നപ്പോ മുതൽ എനിക്ക് അടുക്കള വന്നപ്പോ സാധനം വാങ്ങാൻ പോകണം. ഞങ്ങൾ ഹലോ ചേട്ടൻ സുന്ദരക്കുട്ടൻ. അയ്യോ ഈ കമന്റ് വായിക്കാം എന്നിട്ട് പോയാ മതി. നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ല. ഹലോ ചേട്ടൻ സുന്ദരക്കുട്ടൻ. ഹലോ ചേട്ടൻ സുന്ദരക്കുട്ടൻ. ഹലോ ചേട്ടൻ സുന്ദരക്കുട്ടൻ. അത് നീ 5 പ്രാവശ്യം വായിക്കേ. ഹലോ സുന്ദരക്കുട്ട എന്തോ എന്തോ പറഞ്ഞേക്കുന്നേ. ഷർട്ട് അടിപൊളിയാ. ഷർട്ട് അടിപൊളിയാന്നേ. അടിപൊളിയാ സുന്ദര. ഇതൊന്നും കൂടെ വായിച്ചേ. പോലീസിലാണാന്ന്. പോലീസിലാണാന്ന്. ഇല്ല എന്നെ അവരെടുത്തില്ല. പോലീസ് എടുത്തില്ല. അവര് പറഞ്ഞ എടുക്കത്തില്ലെന്ന് പറഞ്ഞു. കണക്കായി. അളിയന്റെ ഡ്രസ് അടിപൊളിയാണെന്നു. പോലീസാണോ? അല്ല, ചേട്ടൻ ഒടുക്കത്തെ ലുക്കാണ് കേട്ടാ. വായിക്കണേ 5 പ്രാവശ്യം വായിക്കണേ. ചേട്ടൻ ഒടുക്കത്തെ ലുക്കാണ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇപ്പോൾ ഇതൊന്നും പറയത്തില്ല. ഇവിടെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കും നിങ്ങള്. എഴുതി അപ്പൊ ഇവിടെ വായിക്കെങ്കിലും ചെയ്യട്ടെ. ആയല്ലോ ലൈവിൽ വന്നിട്ട്. അതാ പറഞ്ഞത്. ഇന്നലെ ആണ് അനിയന്റെ കുട്ടിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ ലൈവ് വരാൻ പറ്റില്ല. മിനിഞ്ഞാന്നാണ് സാധനം വാങ്ങാൻ പോണത്. അമീറിന്റെ കൊച്ചിന്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അത് നിങ്ങൾ ഊഹിക്കാതെ തന്നെ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ടെന്നോ? എല്ലാം ചെയ്യുന്നത് വായിക്കാൻ പറ്റുന്നില്ല. അൻസിബ പോലീസിന്റെ ലുക്ക് ഉണ്ട്. താങ്ക് യു എന്നെയാണോ? ഞാൻ പോലീസിൽ പോയി ചേർ. ജഗതിയുണ്ട്. നിന്നെ കണ്ട പോലീസ് തന്നെയാണ്. സുന്ദരക്കുട്ടൻ. ഇത് വന്ന് വായിച്ചേ. അതൊക്കെ സമ്മതിച്ച് അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതെന്തോന്ന് വായിച്ചു? ഇതെന്ത് ചെയ്തിരിക്കുന്നത്? എനിക്ക് വായിക്കാൻ പറ്റില്ല. അതല്ലേ അതായത് വായിക്കും. 100 പ്രാവശ്യം വായിക്കൂട്ടെ. എന്തുവാ വായിക്കേണ്ടത്? ഇതൊന്ന് വായിച്ചേ. ഞാൻ സുന്ദരക്കുട്ടൻ എന്ന് എഴുതിയിട്ട് ഇവക്ക് വായിക്കാൻ വയ്യുന്നു. ഇങ്ങനെ ഓ എന്നെ എല്ലാവർക്കും നിന്നെ ആയിരിക്കും. ചേട്ടന്റെ ലുക്ക് ഇല്ല, ചേച്ചിയാണ് ലുക്ക്. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ചേട്ടന്റെ ലുക്കാന്ന് അല്ല ആണ്. സെയിൻ പൊന്നു. ഹായ് അരമറവിൽ. ചേച്ചി ക്യൂട്ടാണ് കേട്ടാ. ചേച്ചിക്ക് സന്തോഷമായി. ചേട്ടനെ ക്യൂട്ടാന്ന് ആരും പ്രശ്നം പറഞ്ഞ അരമറവിൽ ആണ്. ഹിത്ത സുന്ദരിയാണ്. താങ്ക് യു. സുഹറ ബത്തുൽ ഷെരീഫ്. താങ്ക് യു. ഹിത്ത സുന്ദരി അല്ലെങ്കിൽ ഇക്ക കിട്ടുമോ മക്കളെ? സുന്ദരി കെട്ടി. ഞാൻ പറഞ്ഞില്ലേ നമ്മളെ വന്ന് വളച്ച് കെട്ടി ഇവിടെ കൊണ്ടുവന്ന് ചങ്ങനാശ്ശേരിയിലാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങളോട് എത്തിയത്. ചുമ്മാ പറയുന്നത്. ലൈക്ക് സബ് നിങ്ങൾക്ക് വിശ്വസിച്ചോ? ആലപ്പുഴയിൽ പാവമായിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല സന്തോഷത്തും സമാധാനത്തോടും കൂടി ആലപ്പുഴയിൽ ജീവിച്ചുകൊണ്ടിരുന്ന എന്നെ വന്ന് പ്രേമിച്ചു, കല്യാണം കഴിച്ചു, ഇത് ഇവിടെ കൊണ്ടുവന്നു. ചങ്ങനാശ്ശേരി കൊണ്ടുവന്ന് ഇട്ടേക്കോ. എന്താണ് കാര്യം എനിക്ക് ആലപ്പുഴയിലൊന്നും സ്ഥലമില്ല. ആലപ്പുഴയല്ല, ഇവിടെ ആയിരുന്നു എന്നെ പറയുന്നേ. തള്ളു 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 പെങ്ങള് തള്ളു. ഞാൻ തള്ളുവന്നില്ല. അത്ര സുന്ദരനല്ല, ചേച്ചിയാണ് സുന്ദരൻ. അത് നമുക്കറിയാലോ. സുരേന്ദ്രൻ. രണ്ടാളും പേരൊന്ന് പറയൂ. എന്റെ പേര് പറയാൻ എനിക്കറിയാം. രണ്ടാളും പറയാൻ പറഞ്ഞല്ലോ. ഷമീർ. നിന്റെ ഇവിടെ പറഞ്ഞേക്കാം. ഷംന. ഭയങ്കര മാച്ചാണ്, ഭയങ്കര ക്യൂട്ടാന്ന് എല്ലാരും പറയുന്നത്. എന്താന്ന് അറിയത്തില്ല. ഞങ്ങള് പറഞ്ഞാൽ ഞങ്ങള് സ്വയം പൊക്കി പറയാന്ന് വിചാരിക്കും. നിങ്ങൾ മക്കൾ എവിടെയാണോ? ഞങ്ങൾക്ക് മക്കളില്ല. നിങ്ങളുടെ മക്കൾ എവിടെയാ? ഇത് എന്റെ മോള് നീണ്ടിരിക്കുന്നു. നിന്റെയോ? മോനായിരിക്കില്ലേ? ഞാൻ ചേട്ടൻ മമ്മൂട്ടിയാണല്ലോ. അളിയൻ ഇന്ന് വന്നില്ലായിരുന്നെങ്കിലുണ്ടല്ലോ ഞാൻ ഇവിടെ തകർന്നു പോയാൻ. നമ്മുടെ ഷംനാത്ത പോയോ? ചേച്ചി വിഷമിക്കണ്ട എന്ന് വെച്ചിട്ടാണ്. കിടക്കുന്നു. ചേച്ചി സുന്ദരിയാന്നോണ്ട് പറയാ. ചേച്ചി വിഷമിക്കണം വെച്ചിട്ട് ചേട്ടാ മമ്മൂട്ടി. ഓ ഷംനാത്ത വന്നു. എന്റെ പൊന്നേ ഷംനാത്ത പറയുന്ന കേട്ടോ നിങ്ങൾ. ആ പ്രേമകഥ ഫുള്ള് പറയണോ? ഡോളർ അല്ല, ഡോൾക്കർ. നിങ്ങൾ ഇപ്പൊ ഡോളർ കിട്ടുന്നത്. നിങ്ങളിത് വായിക്കും മനുഷ്യാ. ആ പ്രേമക ഇവളെ ഡോൾക്കറിനെ വായിച്ചോ. ഡോളർ. നീ ആ പ്രേമകഥ മുഴുവൻ പ്രേമിച്ചിട്ടില്ല ഷംനാത്ത. പക്ക അറേഞ്ച് മാരേജ് ആയിരുന്നു. പിന്നെ ഞാൻ എങ്ങനെ പ്രേമകഥ പറയും? അരയം പറമ്പിൽ കണ്ണിന് എന്തോ പ്രോബ്ലം ഉണ്ട്. എന്നെ കണ്ണുപൊട്ടി ബാക്കിയോ? വീട്ടിലാരും ഇല്ലേ? ആരും ഇല്ലെന്ന്. ഞങ്ങൾ മാത്രമേ പാവം. ഞങ്ങൾക്ക് ആരുമില്ല.